മലയാളികളാരും ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല, മലയാളിയായ രാമചന്ദ്രൻ മരണപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? അല്ല, രാജ്യം ഒറ്റക്കെട്ടായി നേരിടേണ്ട ഒരു വലിയ വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ശ്രീ KC വേണുഗോപാൽ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ടൂറുമായി ബന്ധപ്പെട്ട് കശ്മീരിലുണ്ട്. അപ്പൊ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു, വിഷയങ്ങൾ ചർച്ച ചെയ്തു. വളരെ ഗുരുതരമായ ഈ പ്രശ്നത്തെ രാജ്യം ഒറ്റക്കെട്ടായി നേരിടണം, തീവ്രവാദത്തെ ഒറ്റക്കെട്ടായി നേരിടണം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇവിടെ എടപ്പള്ളി സ്വദേശിയായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ മരണപ്പെട്ടത്, ഒരു മലയാളി മരണപ്പെട്ടത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതെ, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ, അദ്ദേഹത്തിന്റെ കുടുംബം ഒന്നടങ്കം കശ്മീരിലാണ്. അവരെല്ലാം സേഫ് ആണ് എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ KC വേണുഗോപാൽ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിയിലെ മാങ്ങാട്ട് കുടുംബത്തിൽ ഇപ്പോൾ ആ വീട്ടിൽ നിലവിൽ ആരുമില്ല. അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. യെസ്, വളരെ നന്ദി ശ്രീ ഹൈബി ഞങ്ങളോട് പ്രതികരിച്ചതിന്. രാജ്യം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ട, എതിർക്കേണ്ട ഒന്ന് തന്നെയാണ് ഭീകരവാദത്തിനെതിരായ നിലപാട്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യ. ആ രാജ്യത്ത് വീണ്ടും ഭീകരാക്രമണം നടക്കുമ്പോൾ അത് അയൽ രാജ്യത്തിൻ്റെ സഹായത്തോടെ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ ഭീകരർക്ക് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ അവസരം ലഭിച്ചത്, ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ സ്വാഭാവികമായും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ശേഖരിക്കാൻ സാധിക്കും. ഇപ്പോൾ മരിച്ച രാമചന്ദ്രൻ എൻ്റെ വസതിയിലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്ത് രാമചന്ദ്രൻ്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മറ്റു ബന്ധുക്കൾ അധികം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് രാമചന്ദ്രൻ്റെ മകൻ കേരളത്തിന് പുറത്താണുള്ളത്. മകൾ വിദേശത്തായിരുന്നു. മകളോടും കുടുംബത്തിനോടും ഒപ്പം ആണ് രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, പ്രദേശവാസികളുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ ഇതാണ്, രാമചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരും ഇപ്പോൾ സ്ഥലത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ആയിട്ടുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, അതാണ് മനസ്സിലാവുന്ന അഭിലാഷ്. അവിടെ അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. പക്ഷേ അയൽവാസികളുണ്ട്, അടുത്തുള്ള ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ആ കുടുംബത്തിന് പറ്റിയ ദുരന്തത്തിൻ്റെ ഞെട്ടൽ രേഖപ്പെടുത്തുകയാണ്. കാരണം രാമചന്ദ്രൻ ഇന്നലെയാണ് അദ്ദേഹം ഈ വിനോദയാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. അദ്ദേഹം പുറപ്പെട്ടു എന്ന കാര്യം അടുത്ത ബന്ധുക്കൾ മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ അപകടം പറ്റിയപ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും സാഹചര്യവും അയൽവാസികൾക്ക് പോലും പിടികിട്ടുന്നത്. എന്തായാലും 2 വർഷം മുമ്പാണ് ഈ രാമചന്ദ്രൻ, അദ്ദേഹം വിദേശ പ്രവാസിയാണ്, അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയെത്തിയത് 2 വർഷം മുമ്പാണ്. അതിനുശേഷമാണ് അദ്ദേഹം നാട്ടിൽ സെറ്റിലാവുകയും പിന്നീട് അദ്ദേഹം ഈ യാത്രയ്ക്കൊക്കെ പോവുകയും ചെയ്തത്. മകളും വിദേശത്തായിരുന്നു. മകളും അടുത്ത ദിവസമാണ് പിതാവിനൊപ്പം നാട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് അവർ വിനോദയാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട് ഇത്തരമൊരു ദുരന്തത്തിൽ അകപ്പെടുകയും ചെയ്തത്. എന്തായാലും വലിയ ദുരന്തം, അതാണ് സാഹചര്യം സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ബന്ധുക്കൾ മിസ്സിംഗ് സംബന്ധിച്ച വിവരങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ നോർക്കയെ നേരിട്ട് ബന്ധപ്പെടാം എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് നോർക്ക ഹെൽപ്പ് ലൈൻ നമ്പറുകളും പുറത്ത് വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ഈ പ്രവർത്തനങ്ങൾ. ഞാൻ മടങ്ങിയെത്തി. ഇപ്പോൾ AP ജാഫർ, അദ്ദേഹം കശ്മീർ